നേരെ നിയമസഭയിലേക്ക് ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ പദവി തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെയും കാര്യക്ഷമതയോടെയും നിർവഹിക്കാൻ ശ്രീമതി ഷാനിമോൾക്ക് സാധിക്കട്ടെ എന്ന് ചെയർ ആശംസിക്കുന്നു. ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തിരിക്കുന്നു. സ്പീക്കറിന്റെ അഭാവത്തിൽ ഷാനിമോൾ ഉസ്മാൻ ആയിരിക്കും സഭ നിയന്ത്രിക്കുക. സാധാരണ നേരത്തെ ഉണ്ടായിരുന്ന ഒരു രീതി അനുസരിച്ച് ലോക്സഭയിലൊക്കെ ഒരു ബ്രേക്ക് ഉണ്ട്. അതിനുശേഷം സഭ വീണ്ടും സമ്മേളിക്കുന്നതാണ്. ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തതിന് ശേഷം സഭ തൽക്കാലത്തേക്കൊന്ന് പിരിയുന്നു. അതിനുശേഷം സഭ വീണ്ടും സമ്മേളിക്കും. സാധാരണ രീതിയിൽ അതിന്റെ തുടർച്ചയായിട്ടാണ് സഭ മുന്നോട്ട് പോകുന്നതെങ്കിലും ഇന്നിപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുത്ത ദിവസമായതുകൊണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സഭ കൂടുമ്പോൾ അത് ശൂന്യവേളയിലേക്ക് കടക്കും. ആ സമയത്ത് അതായത് 10 മണിയോടുകൂടി ഇന്നിപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട് പ്രതിപക്ഷം. അടിയന്തര പ്രമേയ നോട്ടീസിലുള്ള തീർപ്പ് സ്പീക്കർ പറയും. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ പോകുന്നത്. KN ബാലഗോപാലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിലക്കയറ്റമാണ് നോട്ടീസായി നൽകിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ വരും. ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. 99 വോട്ടുകളാണ് ഷാനിമോൾ ഉസ്മാന് ലഭിച്ചത്. മുഹമ്മദ് മൂസിന് 34 വോട്ടുകൾ ലഭിച്ചു. റോഷിപാലുണ്ട്. 4 പേർ നിലവിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. 3 പേർ സ്പീക്കർ വോട്ട് ചെയ്യില്ല, ഒപ്പം തന്നെ മറ്റ് 4 പേരും വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വിവരമാണ് വരുന്നത്. അങ്ങനെ ഷാനിമോൾ ഉസ്മാൻ 16ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 3.5 പതിറ്റാണ്ടിന് ശേഷം ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ വരുന്നു. ഷാനിമോൾ ഉസ്മാൻ. റോഷിപാലുണ്ട്. റോഷിപാൽ, നസീഫത്ത് ബീവി ഉണ്ട്. നമ്മുടെ മുൻപിൽ ഐഷ ബീവി ഉണ്ട്. അങ്ങനെ ചരിത്രത്തിൽ ഭാർഗവി തങ്കപ്പനുണ്ട്. ചരിത്രത്തിൽ നിരവധി പേര് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അലങ്കരിച്ചവരുണ്ട്. വനിതകളാണ് ഇവരിൽ പലരും. ആ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് ഇതാ ഇപ്പോൾ മറ്റൊരു വനിത കൂടി എത്തുന്നു. ഷാനിമോൾ ഉസ്മാൻ. 99 വോട്ടുകളാണ് ലഭിച്ചത്. NDA MLA മാർ, BJP MLA മാർ വിട്ടുനിന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 4 പേർ വോട്ട് ചെയ്തില്ല എന്നറിയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ റോഷിപാൽ? അരുൺകുമാർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഫലം പ്രഖ്യാപിച്ചു. ഡെപ്യൂട്ടി സ്പീക്കറായി നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുക്കപ്പെട്ടു. 99 വോട്ടാണ് ഷാനിമോൾ ഉസ്മാന് ലഭിച്ചത്. മുഹമ്മദ് മോസിനാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഏതായാലും 4ാം തവണയാണ് കേരള നിയമസഭയിലേക്ക് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ വരുന്നത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഇതിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് തെരഞ്ഞെടുത്തതിന് ശേഷം ഇപ്പോൾ നിയമസഭ ഒരു ചെറിയ ഇടവേള എടുത്തിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിയമസഭ ചേരുന്നുണ്ട്. ഇനി നടപടിക്രമം ശ്രദ്ധ ക്ഷണിക്കലാണ്. അതിനുശേഷം അടുത്തത് ശൂന്യവേളയാണ്. അതിനുശേഷമാണ് ശ്രദ്ധ ക്ഷണിക്കലേക്ക്. ശൂന്യവേളയിൽ അടിയന്തര പ്രമേയത്തിന് നേരത്തെ തന്നെ പ്രതിപക്ഷം നോട്ടീസ് നൽകിയിട്ടുണ്ട്. അടിയന്തര പ്രമേയ നോട്ടീസിൽ സ്പീക്കർ സ്വീകരിക്കുന്ന നിലപാടിനനുസരിച്ചായിരിക്കും പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഏതായാലും ഇനി അങ്ങോട്ട് ഭരണപക്ഷവുമായി ഏത് തരത്തിലായിരിക്കും ഭരണപക്ഷത്തോടുള്ള സമീപനം പ്രതിപക്ഷത്തിന്റെ എന്ന് ഇന്നത്തോടെ നിയമസഭയിൽ വ്യക്തമാകും. വലിയ രാഷ്ട്രീയ വാഗ്വാദത്തിന് നിയമസഭ ഇന്നു മുതൽ വേദിയായി മാറുകയും ചെയ്യും. ഏതായാലും ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. സ്പീക്കർ തെരഞ്ഞെടുപ്പ് പോലെ ആയിരുന്നില്ല. ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വോട്ട് രേഖപ്പെടുത്തിയില്ല. അന്ന് പ്രോട്ടം സ്പീക്കറായിരുന്ന G സുധാകരനും വോട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല. അതിനു പുറമെ 99 വോട്ടാണ്. UDFന് 101 വോട്ടാണ് ലഭിക്കേണ്ടത്. ഒരാൾ അവധി, ഒരു MLA അവധിയായതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കാര്യത്തിൽ ഒരു വ്യക്തത വരണം. BJP നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് BJPയുടെ 3 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്താതിരുന്നത്. ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കറായി 16ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇതിനു മുമ്പ് നസീഫത്ത് ബീവി, ഐഷ ബായി, ഭാർഗവി തങ്കപ്പൻ, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നവരാണ് നമ്മുടെ ചിറ്റയം ഗോപകുമാറായിരുന്നു അല്ലെ. നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതാ ഷാനിമോൾ ഉസ്മാൻ. അപ്പോൾ സ്പീക്കറിന്റെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക. ഇരിപ്പിടത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വലതുവശത്തായിട്ടായിരിക്കും ഡെപ്യൂട്ടി സ്പീക്കറുടെ സ്ഥാനം. അത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇരിക്കുന്നതിന് തൊട്ടപ്പുറത്തായിട്ട് ആയിരിക്കും ഇരിക്കുക. സാധാരണ ഭരണപക്ഷത്തോടൊപ്പമല്ല ഡെപ്യൂട്ടി സ്പീക്കർ ഇരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ടാണ് ഡെപ്യൂട്ടി സ്പീക്കറിന് ചെയർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇരിക്കുക. അപ്പോൾ അല്പസമയത്തിനുള്ളിൽ സഭ സമ്മേളിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചു വരാം.